അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ ഉസ്താദുമാർ, രക്ഷിതാക്കൾ, സ്നേഹനിധികളായ കൂട്ടുകാരെ, സാഹിത്യോത്സവിൻ്റെ ഈ മഹനീയ വേദിയിൽ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രശകലം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. പ്രവാചകന്മാർക്കു ശേഷം മനുഷ്യരിൽ അത്യുന്നതർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. മഹാനവരുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ജാഹിലിയ കാലത്ത് അഥവാ ഇസ്ലാമിന് മുമ്പ് പോലും ബിംബങ്ങൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്തില്ല എന്നതാണ്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബികളും കൂടിയിരുന്ന് സംസാരിക്കുകയായിരുന്നു. പലപ്പോഴും അവർ അങ്ങനെ കൂടിയിരിക്കുകയും പല കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുമായിരുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, നബിയെ, ഞാൻ ഒരിക്കൽ പോലും ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിലും സുജൂദ് ചെയ്തില്ല. അത് കേട്ട സഹാബികൾ അമ്പരന്നു പോയി. കൂട്ടത്തിലുണ്ടായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഉറക്കെ ചോദിച്ചു, എന്ത്, ദീർഘകാലം ജാഹിലിയ കാലത്ത് ജീവിച്ചിട്ടും ബിംബാരാധന നടത്തിയിട്ടില്ലെന്നാണോ അങ്ങ് സത്യം ചെയ്യുന്നത്? അതെ, സഹാബികൾക്ക് അത്ഭുതകരമായ വാർത്തയായിരുന്നു ഇത്. കാരണം ബിംബങ്ങളെ ആരാധിക്കലും അവയ്ക്ക് മുമ്പിൽ കുമ്പിട്ട് നിൽക്കലുമൊക്കെ സാധാരണമായിരുന്നല്ലോ അന്ന്. ഏതായാലും അതിനു മറുപടിയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ പഴയ കാലത്തെ ഒരു സംഭവം വിവരിച്ചു കൊടുത്തു. അതിങ്ങനെ ആയിരുന്നു. അന്നൊരിക്കൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയായ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു തൻ്റെ മകനെയും കൂട്ടി ഒരു റൂമിലേക്ക് പോയി. അവിടെ ബിംബാരാധനയ്ക്ക് വെച്ച ബിംബങ്ങൾ ഉണ്ടായിരുന്നു. അവയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ, ഇക്കാണുന്നതെല്ലാം വലിയ വലിയ ദൈവങ്ങളാണ്. നീ ഇവയ്ക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുക. ശേഷം പിതാവ് പുറത്തേക്ക് പോയി. പക്ഷേ ഒന്നിനും കഴിയില്ലാത്ത ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കാൻ ബുദ്ധിമാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സ് വന്നില്ല. പകരം മഹാൻ എന്തു ചെയ്തെന്നോ? അദ്ദേഹം ഒരു ബിംബത്തിനടുത്തേക്ക് നീങ്ങി. എന്നിട്ട് ആ വിഗ്രഹത്തിനോട് ചോദിച്ചു, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം തരൂ. സ്വാഭാവികമായും വിഗ്രഹത്തിൽ നിന്നും പ്രതികരണമൊന്നും വന്നില്ല. മഹാൻ തുടർന്നു, എനിക്ക് വസ്ത്രം വേണം, വസ്ത്രം തരൂ. അതിനും മറുപടി ഒന്നും ലഭിക്കാതായതോടെ മഹാന്റെ മട്ടുമാറി. അദ്ദേഹം വലിയൊരു കല്ലെടുത്തു. എന്നിട്ട് ആ വിഗ്രഹത്തിനോട് പറഞ്ഞു, ഇതാ കണ്ടോ ഈ വലിയ കല്ല്, ഇത് ഞാൻ നിന്റെ ദേഹത്തേക്കിടും, പറ്റുമെങ്കിൽ തടുത്തോ. എന്തു പറയാനാ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇട്ട കല്ല് ദേഹത്ത് തട്ടിയതും വിഗ്രഹം തല കുത്തി വീണു. അതുകണ്ട് പരിഭ്രമിച്ച് പിതാവ് ഓടി വന്നു. താൻ വളരെ ബഹുമാനിക്കുന്ന തൻ്റെ ദൈവം ഇതാ നിലത്ത് വീണ് കിടക്കുന്നു. ഹേയ്, എന്താ ഇത്? അദ്ദേഹം ഉറക്കെ ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗമ്യനായി മറുപടി പറഞ്ഞു, ഇതെന്താ, നിങ്ങൾ ഈ കാണുന്നത് തന്നെ. ഇതോടെ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു തൻ്റെ മകനെയും കൂട്ടി തൻ്റെ ഭാര്യയുടെ അഥവാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ അടുത്തെത്തി. എന്നിട്ട് നടന്നതെല്ലാം വിവരിച്ചു കൊടുത്തു. അത് കേട്ട ഉമ്മയുടെ മറുപടി ഇങ്ങനെ ആയിരുന്നു, നിങ്ങൾ അവനെ വെറുതെ വിട്ടേക്കുക, അവൻ്റെ കാര്യത്തിൽ എനിക്ക് സന്ദേശം ലഭിച്ചിട്ടുണ്ട്. അത് കേട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, എന്താണ് ആ സന്ദേശം? ഉമ്മ പറഞ്ഞു, എനിക്ക് പ്രസവവേദന അനുഭവപ്പെട്ടപ്പോൾ ആരും എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു അശരീരി കേട്ടു. ഓ അള്ളാഹുവിൻ്റെ ദാസ്യായവളെ, അത്തീക്കയായ സന്താനത്തിൽ നീ സന്തോഷിച്ചോളൂ. ഉന്നതങ്ങളിൽ അവൻ്റെ നാമം സിദ്ദീഖ് എന്നാണ്. അവൻ മുഹമ്മദ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കൂട്ടുകാരനാവും. കൂട്ടുകാരെ, ജനന സമയത്ത് തന്നെ സന്തോഷ വാർത്ത അറിയപ്പെട്ടവരും തൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ വിഗ്രഹത്തിൽ നിന്നും മാറി നിന്ന് വിശുദ്ധ ജീവിതം നയിച്ചവരായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരുടെ കൂടെ നമ്മെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. വാക്കുകൾ കീട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.